ചങ്ങായിമാരെ ഒരു സൂപ്പർ വീഡിയോ കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണമെന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ കാണുന്നതാണ് എൻ്റെ വീട്. അപ്സ്റ്റെയർ പഴയ മോഡൽ വീട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് എവിടെയാണ്? കക്കാട് കരിമ്പിലെ. ഓക്കെ, ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ദേവതിയാലാണ് എൻ്റെ വീട് നിൽക്കുന്നത്. അപ്പോൾ ഈ ദേവതിയാലിൽ നിന്ന് കക്കാടക്ക് എത്ര കിലോമീറ്റർ വരെ ഉണ്ട് ഡിസ്റ്റൻസ്? 19 കിലോമീറ്റർ. ആ 19 കിലോമീറ്റർ നിൽക്കാതെ നോൺ സ്റ്റോപ്പ് കട്ടിങ് ഇല്ലാത്തൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടിയത്തെ ഭാഗം മാത്രം, അത്രയല്ലേ ഉള്ളൂ. അപ്പം ഇത് കാണുന്ന ആൾക്കാർക്ക് എന്താണ് ലാഭം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ അതിന്റെ ഇടയിൽ കൂടെ എത്ര അണ്ടർപാസ്, ഓവർപാസ്, റോഡിന്റെ വർക്ക് എവിടത്തോളം എത്തിയൊക്കെ കാണാൻ പറ്റും. ഇനി ഒന്നും നോക്കണ്ട, സുർസുർ പോലെ. ഓക്കെ, ഹെൽമെറ്റ് ഒക്കെ ഇട്ടോ, സെറ്റ് ആക്കിക്കോ. ഹെൽമെറ്റ് നിർബന്ധം. റെഡി, തുടങ്ങല്ലേ? ചാട്ടക്ക്. അയ്യോ, ഓക്കെ ഓക്കെ, സ്റ്റാർട്ട്. നീ സ്റ്റോപ്പ് ഇല്ലല്ലേ? നമ്മൾ സ്റ്റോപ്പ് ഇല്ല, സൈറ്റിൽ മാത്രം സ്റ്റോപ്പ് ഇല്ല. നീ നേരെ അവിടെയാണ് സ്റ്റോപ്പ്. ഓക്കെ ഓക്കെ, അതുവരെ ഓടി സ്റ്റോപ്പ് ആക്കണ്ട. അറിയാം, എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ദേവതിയാൽ അങ്ങാടി തന്നെ കേട്ടോ. വീടിൻ്റെ മുറ്റത്തുനിന്ന് ഈ റോട്ടുമ്മക്ക് ഒരു 30 മീറ്ററിൻ്റെ ചെറിയൊരു വഴി ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ സാധാ റോട്ടുമ്മക്ക് എത്തി. ഇനി ഒരു 40 മീറ്ററും പാടെ പോയിക്കുകയാണെങ്കിൽ ഈ കാണുന്ന അങ്ങാടിയാണ് ദേവതിയാൽ ടൗണ്. എന്തേ, എയർപോർട്ട് റോഡാ. അങ്ങോട്ട് പോലെ 8 കിലോമീറ്റർ അപ്പുറത്ത് എയർപോർട്ട്. പോട്ടെ. സൂപ്പർ അങ്ങാടി കേട്ടോ, വികസനമുള്ള അങ്ങാടിയാണ്. ഓക്കെ, ഈ ദേവതിയാലിന് നേരെ ഒരൊറ്റ കിലോമീറ്റർ പോയിക്കുകയാണെങ്കിൽ നമ്മളെ എടുത്തുള്ള എൻഎച്ചില്ലേ, കോഹിനൂർ. ഓക്കെ, രണ്ട് കളിക്കാണ്ടോന്ന്. നല്ല വികസനങ്ങൾ വരുന്ന സ്ഥലം ഇവിടെ അല്ലേ. ഇന്നത്തെ കളി റോട്ടുമലാണ്. അയ്യോ, അത്ര തന്നെ ഉള്ളു. പിന്നെ ഈ KNRസിന്റെ ആൾക്കാരെ കട്ടുണ്ടാക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നതില്ലേ. ഈ ഷീറ്റ് കൊണ്ട് മറിച്ച സ്ഥലത്തു നിന്നാണ് അണ്ടർപാസ്, ഓവർപാസ് ഒക്കെ വരുന്നിടത്ത ചെറിയ കട്ട പടവയാൾ കട്ട ഉണ്ടാക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. കട്ടന്റെ കട്ടൊക്കെ കഴിഞ്ഞടാ. ഓക്കെ, ഇവിടെ കഴിഞ്ഞാണ് പരിപാടി കഴിഞ്ഞ്. ഇനി അടുത്ത ഷെഡാണ് ഈ കാണുന്നത്. ഫുള്ള് ഷീറ്റ് കൊണ്ട് ചുമര് കെട്ടിക്കണേ. ഈ സൈഡിൽ എന്താ ഉണ്ടാക്കണെന്ന് അറിയോ? നമ്മളെ ക്രാഷ് ബാരിയർ ഉണ്ടാവൂലേ. ക്രാഷ് ബാരിയർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഡിവൈഡറിന്റെ പോലത്തെ സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. പണിക്കാർ കുറെ ലീവാ. ഇതൊക്കെ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് ഈ റോട്ടിൽ കൂടെ പോണേലേ. ഇനി ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞുതരാം. കോയിന്നൂര് ഇത്രത്തോളം തിരക്കുള്ള ഏരിയയാണ്, പക്ഷെ എന്തില്ല, അണ്ടർപാസ് ഓവർപാസ് ഒന്നും കൊടുത്തില്ല. എന്താ സ്ഥലങ്ങള്. ദേവതിയാൽ ഒരൊറ്റ കിലോമീറ്റർ NHക്കില്ലേ, ആ റോഡാണ് ഈ കാണുന്നത്. അത്ര നമുക്ക് പറയുള്ളൂ. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് കടത്തൂല നമ്മള്. നമുക്ക് സ്റ്റോപ്പില്ലല്ലോ. ഇതാണ് കോയിന്നൂര് മെയിൻ വളവ്. ഈ വളവ് തീർന്നാല് കോയിന്നൂറായി. എന്തേ, പോട്ടെ. റസാല എങ്ങനെ എടുക്കുമ്പോള് ഇപ്പൊ ഇവിടെ അണ്ടർപാസ് ഒന്നും കൊടുക്കാത്തോണ്ട് ഈ അങ്ങാടിക്കാരെ കാര്യം വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇതാണ് കോയിന്നൂർ ടൗൺ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടോളി റോഡിന്റെ വർക്ക്. നമ്മളെ സ്റ്റാൻഡാണ്. വല്ല പണിക്ക് പോയിക്കൂടെ എങ്കിൽ സ്റ്റാൻഡ് കുടിക്കണേ. ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകണമെങ്കിൽ 500 മീറ്റർ അപ്പുറത്ത് എന്താണ് യൂണിവേഴ്സിറ്റി. ഇവിടെ ഒരു അണ്ടർപാസും കൊടുത്തില്ല, ഓവർപാസ് ഒന്നുമില്ലല്ലേ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് കോഴിക്കോട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ പോണ വഴി നേരെ പോയിക്കാണ്ട് അടുത്ത സ്റ്റോപ്പ് പാണമ്പ്രാണ്. പാണമ്പ്രന്ന് അണ്ടർപാസിനുള്ളിൽ കൂടെ മുറിഞ്ഞിക്കാണ്ട് സർവീസ് റോഡ് വെക്കണം. ആ കാണുന്ന ഈ കൂടെ പോണ യൂണിവേഴ്സിറ്റിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. 1200 മീറ്റർ എക്സ്ട്രാ പോണം നമ്മൾ. നീ ഞങ്ങട്ട് കണ്ടോലിട്ടോ ക്രിസ്തമ്പലിലേക്കാണ് പണിയൊക്കെ ജൽദി അല്ല. കാരണം എപ്പോ വരാം, ഒരു 5 മിനിറ്റ് തിരക്കാണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ KNRസിന്റെ എന്തുണ്ടെന്ന് അറിയോ, ഓലെ ഗോഡൗണാ. സ്റ്റക്കാക്കിയോ, വേറെ കുഴപ്പമുണ്ട്. നമുക്ക് വീഡിയോ കട്ട് ചെയ്യാൻ പറ്റൂല. നമ്മൾ പറഞ്ഞ കാര്യമാണല്ലോ. കക്കാട് വരെ ഏകദേശം ഒരു 30 മിനിറ്റ് ഉണ്ടാവും. എന്തേ, അതെ, നമ്മളെ ബ്ലോക്ക് ഇപ്പൊ പണി നടക്കണോണ്ട് നമുക്കൊന്നും പറയാൻ പറ്റൂലേ. അത്രേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനത്തെ ഒരൊറ്റ വണ്ടി പോയാൽ സർവീസ് റോഡ് ഫുള്ളായി. KNRസിന്റെ ഗോഡൗൺ കേട്ടോ. എത്രമാതിരി വണ്ടിക്കണി. ഓരെല്ലാ വണ്ടി ഇതൊക്കെയാ. ഓരോ വണ്ടികളൊക്കെ പഞ്ചർ അടിക്കാന്, കാറ്റടിക്കാന്, ഗ്രീസ് അടിക്കാന് ഒക്കെ ഇവിടുന്നാണ്. ഇതുപോലെ പഞ്ചർ കട അല്ലേ. എല്ലാ ട്രെയിനൊക്കെ അതൊക്കെ റിപ്പയർ വർക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം പാടുണ്ട്, നമ്മൾ നേരത്തെ കാണിച്ച കട്ടറിന്റെ കമ്പനി ഇല്ലേ, ഈ NHന്റെ സൈഡില് കണ്ടമാന സ്ഥലത്ത് മലപ്പുറം റീച്ച മൊത്തം കട്ട വെച്ച് കെട്ടിയാണ്. ആ കട്ട എവിടുന്നാണ് ഉണ്ടാക്കണമെന്ന് പല ആൾക്കാർക്ക് അറിയില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ ക്രാഷ് ബാരിയർ. കണ്ടോ ഈ സാധനം. അയ്യോ,
കോയിന്നൂർ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ എന്താണ് അണ്ടർപാസ് ഒന്നും ഇല്ലാത്തതിനോട് വർക്ക് സ്റ്റേ ആണ് അല്ലേ? ജൽദി ജൽദി ഭായ് ജൽദി ജൽദി കാം കരോ, വീഡിയോ മേ ദേഖേഗാ. ആ സർവീസിന്റെ ആളൊന്നിന് പിന്നെ മൊബൈൽകോന്റെ അയ്യോ നീ ഒരൊറ്റ പുടുത്താട്ടോ. ഇവിടൊക്കെ വർക്ക് നടന്നു കൊടുക്കല്ലേ? അവിടെ അങ്ങനെ വന്ന് നിക്കാണ് പണി, ഈ ഭാഗം മുട്ടിക്കാണ്ട്. അങ്ങനല്ല, ഈ കട്ടൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോണുണ്ടല്ലോ ഉയർന്നുകൊണ്ട്. എന്തുകൊണ്ടാ സംഭവം എന്നറിയോ? അവിടെ പാണമ്പറ അണ്ടർപാസ് കൊടുത്തിന്, യൂണിവേഴ്സിറ്റി ഓവർപാസും കൊടുത്തിന്. പക്ഷെ നമ്മൾ കയറി വന്നാ കോയിന്നൂർ ഒരു മണ്ണാങ്കട്ടി കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. എന്താ സംഭവം? ഈ സർവീസ് റോഡിന്റെ അവസ്ഥ കണ്ടോളി. ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടല ആർക്കാന്ന് വെച്ചിട്ടാണെങ്കിൽ പ്രവാസികൾക്കായിരിക്കും അല്ലേ? അത്രേ ഉള്ളൂ. നേക്കണം പോ ഇവിടെ. ഈ കട്ട കെട്ടിയതിന് ശേഷം ഈ എൻഡിലുണ്ടോ ചെറിയൊരു 1.5 അടിയോളം ചെറിയ കെട്ട് വേറെയും കൊടുത്തിന്. ബ്ലോക്ക് കാരണം അറിയാ, അത് അപ്പുറത്ത് കൂടെ വണ്ടി കയറുണ്ടാവും. അപ്പുറത്ത് കൂടെ കേറുന്ന ഒറ്റ പാസിംഗ് ഉള്ളൂ, നമുക്ക് പോകാം. ഒറ്റ പാസിംഗ് ആയോണ്ട് ലോറികളാണ് ഈ കാണുന്നത് മൊത്തം അല്ലേ? ഇതാണ് പാണമ്പ്ര പള്ളി. പണ്ടത്തെ റോഡ് ഇതേനി, ഇതാണ് പണ്ടത്തെ റോഡ്. പാണമ്പ്ര പണ്ടത്തെ റോഡ് അതല്ലടാ, അത് മൊത്തം ദാറ് വരെ പോയി മത്തല്ലേ? നമ്മളെ ജഗതിന്റെ വളവൊന്നും ഇല്ല. സിനിമാ നടൻ ജഗതി ശ്രീകുമാർ ഇടിച്ചത് ഇവിടെ വെച്ചിട്ടാണെങ്കിൽ ഏകദേശം ഈ കാണുന്ന സൈഡിലായിരിക്കും. എന്തേ? പക്ഷേ ഇന്നിപ്പോ അതൊക്കെ ആ ഒരു ഓർമ്മ മൊത്തം ഇതിനുള്ളിൽ മൂടിപ്പോയി. വളവ് എന്ന് പറഞ്ഞ സംഗതി ഇല്ല ഇപ്പൊ പാണമ്പ്ര. ഇനി പാണമ്പ്ര അണ്ടർപാസ് ആണ് ഈ കാണുന്നത് കേട്ടോ. ബായ് ബായ് കണ്ടകണി. ഇവിടൊക്കെ വർക്ക് നടക്കണ്ടേ? സൂപ്പറായി. അപ്പൊ അതായി ഇനി നെക്സ്റ്റ് നല്ല കട്ട ചെട്ടിക്ക. ഇതിപ്പോ ഏകദേശം എന്റെ അഭിപ്രായത്തിൽ എത്ര വീതി ഉണ്ടാവും റോഡ്? ഒരു ബസ്സിന് പോലുള്ള വീതി തന്നെ ഉള്ളില്ലേ? ബസ്സിൽ ലോറി കണക്കാണ്. ഓട്ടർസൊക്കെ 2 പോവാം. എന്തേ ഓട്ടർച്ചാണ് 2 പോലെ? ഞാൻ പണ്ട് പണിയിട്ട സ്ഥലമാണ് ഈ കാണുന്നത് പാണമ്പ്ര. അയ്യോ ഇപ്പൊ എത്രമാതിരി ഗോഡൗണൊക്കെ വന്നറിയോ? അടുത്ത സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ചേളാരി. നമ്മളിപ്പോ ടച്ച് ചെയ്യണില്ല, ചേളാരി സാധാ ഈ സർവീസ് റോഡ് കൂടെ പോകില്ല. എന്തുകൊണ്ടാ വെച്ചാൽ അവിടെ സ്കൂൾ വരുന്നുണ്ട് അല്ലേ? അപ്പൊ ഈ സ്കൂളിന്റെ ഈ സൈഡിൽ കലിങ്കിന്റെ പണി എടുക്കുന്നുണ്ട്. അപ്പൊ വണ്ടിമ്മടെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ റോഡ് തുറന്നു കൊടുത്തിട്ടുണ്ട്. പണി തീർന്ന റോഡ് ഇവിടെ തുറന്നു കൊടുത്തിക്കാണ്. ഈ ഇവിടെ നിന്ന് നമ്മൾ 6 വരി പാതയിൽ കൂടെയാണ് പോണത്. ഇവിടെ 3, അവിടെ അപ്പുറത്ത് 3 അല്ലേ? പിന്നെ ആ വണ്ടി പോണ സ്ഥലം എന്ന് പറഞ്ഞാൽ സർവീസ് റോഡാണ്. ഇതാണ് ചേളാരി സ്കൂള് കണ്ടോ? അവിടെ കലിങ്കിന്റെ പണിയാണ്. ഇവിടൊക്കെ ഗ്രൈൻഡ് ചെയ്ത് കണ്ട് ഫുള്ള് ഉഷാറാക്കണ്ട്. ഇനി ഇവിടെ അങ്ങോട്ട് റോഡ് കുണ്ടിലാട്ടോ. നടക്കല്ലേ മേലേച്ചാളാരി അങ്ങാടിയല്ലേ കാണുന്നത്? ഇവിടെ എന്തുണ്ട്? ഓവർപാസ് ഉണ്ട് അല്ലേ? കാരണം ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ മാതാപുര റോഡാണ്. നമ്മളിപ്പോ ഇതിന് അടിയിൽ കൂടെ പോണേ. സൂപ്പറായി. അങ്ങാടിയൊക്കെയാണ് എത്രയോ മുകളിൽ അങ്ങാടി. ഈ സൈഡിൽ അങ്ങാടി എത്രയോ മുകളിലാ. എന്തേ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാടിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഏകദേശം നമ്മള് മേലേച്ചാളാരിന്റെ കുറച്ച് വേക്കുന്ന കേറിയതാണ്. ഇവിടെ വന്ന് അടുപ്പിച്ച വണ്ടി. ഓ എമ്മാരി കുണ്ടിലാലേ അങ്ങാടി വെക്കുക. GDS ആണ് ഈ കാണുന്നത്. GDS ഈ ബിൽഡിംഗ് മൊത്തം ഏകദേശം ഇതിന്റെ 2ാം നിലന്റെ ഹൈറ്റ് ആണ് ഈ ക്രാഷ് ബാരിയറിന് വരുന്നത്. എന്തേ എല്ലാ തരായി പെരേക്കുള്ള സാധനം കടയിൽ കിട്ടും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഇതിന്റെ അടിയിൽ ഒരു നിലമ്പാടെ കടണ്ട്. ആ കടൊന്നും കാണുന്നില്ല. എവിടേക്കാണ് ഒക്കെ മുറിഞ്ഞുപോയി. ഈ സൈഡിലുള്ള ആൾക്കാരും ഈ സൈഡിലത്തെ ആൾക്കാരും തമ്മിൽ കാണുന്നില്ലല്ലോ. ഇതിപ്പോ ചേളാരി ഭാഗട്ടോ. സ്ഥലം ഇവിടെ നേരെ താഴച്ചാളാരി. പിന്നെ ഈ താഴച്ചാളാരി ഒരു അണ്ടർപാസ് കൊടുക്കുന്നില്ലേ? ആ കാണുന്ന സംഭവമാണ് അതിന്റെ അടിയിൽ. ആ വര ഉണ്ടല്ലേ, ഒരു വെള്ള വര, അതിന്റെ അടിയിൽ അണ്ടർപാസ് ആണ്. എന്താ വെച്ചാല് അപ്പുറം സൈഡിക്ക് പരപ്പനങ്ങാടി താന്നൂർ റോഡ് പോകുന്നുണ്ട്. അതിന്റെ ബാക്കിൽ ഡ്രോണിന്റെ വീഡിയോ വേറെ വരാനുള്ളതല്ലേ? ഇങ്ങനെ കാണട്ടെ. ഇനി ചവിട്ടിക്ക് ഒന്നും പേടിക്കണ്ട. വണ്ടികള് പോണൊക്കെയാണ്. ഒക്കെ എത്ര പോകണ്ട? 150 പോകണ്ടാവുക. പടപടായിട്ട് പോയിക്കൊണ്ട് കേട്ടോ. അയ്യോ എന്താ സുഖം എന്നറിയോ? വല്ല ബൈക്കോളി ആ ചങ്ങായി വെക്കുക. മലയും കുന്നും കയറ്റൊക്കെ കഴിഞ്ഞു. ഈ സർവീസ് റോഡും നമ്മളെ സാധാ റോഡും തമ്മിൽ ഒരേ ലെവലിൽ വരാൻ പോലെ കണ്ടോ? ഒരേ ലെവലിൽ വന്ന് ഓട്ടർഷ പോണേ കാണാൻ പറ്റും. ഈ സൈഡും കറക്റ്റ് ആണ്. ഈ അണ്ടർപാസ് ഓവർപാസ് വരുന്നോടത്തൊക്കെയാണ് ബുദ്ധിമുട്ട്. പിന്നെ ലൈറ്റ് ഒക്കെ ഇവിടെ മൊത്തം വെച്ച് കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മള് കോയിന്നൂർ NH സ്റ്റാർട്ട് ചെയ്യണത് എത്ര അണ്ടർപാസ് കഴിഞ്ഞറിയോ? പാണമ്പ്ര 1, പിന്നെ താഴച്ചാളാരി 1, മേലേച്ചാളാരി ഓവർപാസ് ആണ്.
ഓക്കെ. എന്താ പാട്? ഇവിടെ റോഡ് തുറന്നു കൊടുത്ത് ഈ തുറന്നു കൊടുത്ത ഏരിയന്റെ സ്റ്റോപ്പിന്റെ പേരാണ് പടിക്കല്. സർവീസ് റോഡുമ്പോ എത്തി നമ്മള്. ഇനി വീണ്ടും സർവീസ് റോഡുമ്മേക്കാണ്. പക്ഷെ ഇവിടൊക്കെ വർക്ക് തീർന്നില്ലേ, തുറന്നു കൊടുത്തില്ല. എന്താ പറയണ്ടോ? ഇവിടൊക്കെ പണിയിരുന്നുണ്ട്. ഒരു കിടിലം പെര വരുന്നുണ്ട് കേട്ടോ സൈഡില്. ഇതൊക്കെ ഇപ്പൊ NH പൊളിഞ്ഞതിന് ശേഷം വന്ന സംഭവങ്ങളാണ്. ഒരു ലോറിനെ ഓവർടേക്ക് ചെയ്തു. ഈ പടിക്കല് ഒരു അണ്ടർപാസ് വരുന്നത് കാരണം ഇവിടുന്ന് മല പൊന്തി വെള്ളം ആൾക്കാരെ മേത്തേക്ക് ചാടാതാക്കാൻ വേണ്ടി ഇവിടെ മൊത്തം പൈപ്പ് വെച്ചിട്ടില്ലേ. ഇതൊക്കെ മഴ തുടങ്ങിയ പൈക്കൂടെ വെള്ളം ചാടിയ ക്രാഷ് ബാരിയറിന്റെ ഉള്ളിൽ കൂടെ. അപ്പം ആൾക്കാരെ മേത്തേക്ക് വീണ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ആ പൈപ്പൊക്കെ വെച്ചിട്ടുണ്ടത്. അത് ഇതേപോലെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇവിടെ കലിങ്കിന്റെ പണി നടന്നുകൊണ്ട് കേട്ടോ, കലിങ്കിന്റെ വർക്ക്. ഇതാണ് പടിക്കൽ അങ്ങാടി. പിന്നെ അതാക്കണേ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാം, പറമ്പിൽ പീടിയ റോഡല്ലേ. പറമ്പിൽ പീടിയ കുന്നുംപുറമൊക്കെ പോകാൻ പറ്റും. പോട്ടെ പോട്ടെ പോട്ടെ. ഈ അണ്ടർപാസ് വരുന്നിടത്തൊക്കെ ഒരു അമ്പും കൊടുത്തിട്ടുണ്ടാവും അല്ലേ. ഇതാണ് പടിക്കല് അണ്ടർപാസ്, പറമ്പിൽ പീടിയ റോഡ്. ഇവിടെ ഏകദേശം ഒരു 10 മീറ്റർ ഹൈറ്റിലാണല്ലോ മതിലെട്ടിക്കണ്ടേ അല്ലേ. ഏതോ ഒരു മേന്തം വരുന്നുണ്ട്. പൈപ്പ് നോക്കിയാണ് ഇത്രമാതിരി പൈപ്പാന്ന് പറയാം. ഒക്കെ വെള്ളം താഴത്തേക്ക് ആളക്കാലം മേത്തേക്ക് ആവൂല. എന്തേ നമുക്ക് ഒരാളു മാസ്ക് ഇട്ടാ സംസാരിക്കാൻ കഴിയില്ല. ഞാനൊരാൾ മാസ്ക് ഇട്ടില്ലേ നമ്മൾ ആൾക്കാർ മനസ്സിലാക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. ഇവിടൊക്കെ റോഡ് പണി കഴിഞ്ഞു അല്ലേ. പക്ഷെ ഇവിടെ തുറന്നു നടത്തിയില്ല. കാരണം എന്താ വെച്ചാല് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കൽ തലപ്പാറയാണ്. തലപ്പാറ എന്താണ്, പണി കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ തിരിച്ചു തരേണ്ടി നമ്മള് ഇപ്പൊ കുടുങ്ങിപ്പോവും. അപ്പൊ വെറുതെ അവിടെ തുറന്നതിന് വെച്ചിട്ട് കൂടെ ഓടിപ്പോയി കയറാൻ നിൽക്കണ്ട. ഒരു സിഗ്നൽ ഇട്ടിട്ട് മാത്രം ആ ഭാഗത്തു കൂടെ മാത്രം പോവാ. അയ്യോ, അങ്ങനത്തെ കാര്യമൊക്കെ പറയാൻ ഉഷാറ്. എന്നുവെച്ചാൽ ഒന്ന് വണ്ടി ഓടിക്കുന്ന ആളാണല്ലോ. ഇപ്പൊ നമ്മളെ പഠിക്കല് കഴിഞ്ഞ് ഇനി പാലക്കലിന്റെ ഇടയിൽ കച്ചറ ഉണ്ടാക്കിക്കാണ്ട് ഒരു ചെറിയൊരു അണ്ടർപാസ് ഇവിടെ കിട്ടിയിരിക്കണില്ലേ. അതാണ് നീ കാണിച്ചു തരാൻ വേണ്ടി പോണത്. ആ അണ്ടർപാസ് വന്നോണ്ടാണ് ഈ ഒരു മതിൽ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ അണ്ടർപാസ് എന്ന് പറഞ്ഞാല് ഡബിൾ വണ്ടിക്ക് ഉള്ള വകുപ്പില്ലല്ലോ. ഏകദേശം 6 മീറ്റർ വീതിയും ഒരു 5 മീറ്റർ ഹൈറ്റേ ഇവിടെ വരുന്നുള്ളൂ. ഓട്ടോറിക്ഷ പോവാ, കാറൊക്കെ പോവാം. അയ്യോ, പിന്നെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അവിടെ വരെ ടാറിങ്ങിന്റെ വർക്ക് തീർന്നുണ്ടല്ലേ, മെയിൻ റോഡിന്റെ. ഇവിടെ നിന്നൊക്കെ ടാറിങ്ങിന്റെ വർക്ക് തീരാനാട്ടോ. എന്നാലും ഇവിടെ ലൈറ്റിന്റെ പണിക്ക് തീർന്നോളൂ. ഇവിടെ ടാറിങ് കഴിഞ്ഞാണ്. സംബന്ധിച്ച് ഒന്നുമല്ല. അപ്പൊ അവിടെ കുറച്ച് ഏരിയ മാത്രം പ്രശ്നമുള്ളൂ. ഇവിടെയൊക്കെയാ ആ ക്രാഷ് ബാരിയറൊക്കെ മൊത്തം കൊണ്ട് അട്ടിച്ച് കേട്ടോ. കാണണേ ഇവരെ സംബന്ധിച്ച് ഒരു പണിയല്ല. ഇനിയിപ്പോ ആ കാണുന്നത് എന്താണെന്നറിയോ, അത് ഓവർപാസ് നീല പെയിന്റ് അടിച്ചില്ലേ, അതിൽ വണ്ടി എടുത്തിട്ടിക്കണേ. ഈ അങ്ങാടിന്റെ പേരാണ് പാലക്കല്. വെളിമുക്കിന്റെ മുമ്പത്തെ സ്റ്റോപ്പാണ് പാലക്കല്. ഓപ്പോസിറ്റ്. യെസ്, CP മാർബിൾസ്. ഇതിവിടെ ആവശ്യമല്ലേ. പാലക്കും വെളിമുക്കും നമ്മള് ചേളാരിക്ക് എണ്ണ അടിച്ചാൽ വന്നു കഴിഞ്ഞാൽ SR പമ്പക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് കൂടെ ഒടിച്ചു പോകണം പെരേക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഓ, ഇവിടെ പണി പെയിന്റിങ് അടക്കം പണി ഇരുന്നേ. പിന്നെ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തൊരു നല്ല വീതി ഉണ്ട്. പക്ഷേ 20 മീറ്ററോളം വീതി ഉണ്ടല്ലേ. 20 ഏറെ ഉണ്ട്. കുറെ വണ്ടി നിർത്തിയിട്ടുണ്ടോ. പക്ഷെ ആ വണ്ടി നിർത്തിയിട്ട് ഉപദ്രവമില്ലേനു. നല്ല സ്പേസ് ഉണ്ട്. ഇവിടൊക്കെ തീർന്നാണ് പണി. ഇതിങ്ങനെ നേരെ പോയിക്കാണ്ടിതാ റോഡ് വീണ്ടും സമാസമാകാൻ വേണ്ടി പോലെ. അയ്യോ, ദുനിയാവിലെ സകലമാന മാർബിളിന്റെ ടൈലിന്റെ കടക്ക് ഈ റൂട്ടിലാണ്. പോട്ടെ 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 പോട്ടെ. ഇനി സർവീസ് റോഡ് മേലെ അഭിപ്രായത്തിൽ എന്തെങ്കിലും പണി വരാണ്ടോ? ഒന്നുമില്ലല്ലോ. ആ പണികളൊക്കെ ഇവിടെ തീർക്കണം. അല്ലെങ്കിൽ താരിഖൊന്നും വരില്ലല്ലോ. ഇനി ഒന്നും കൂടി വരും ഇതിന് മുകളിലോ? ഇല്ല, കഴിഞ്ഞട ഈ ഏരിയ മൊത്തം പണി എടുത്തവർ പോയി. അതൊന്നും പാറ്റിക്കടാ. ഇതോ, ഇത് ലൈവ് അല്ലേ, ഇത് എടുക്കാന്ന് പറയാൻ പറ്റൂല. എന്റെ പേരെന്താ? സ്കൂൾ പോണ കുട്ടിയല്ലേ, പഠിക്കണം. പഠിക്കാൻ ബുദ്ധിമുട്ടാ. ചാനലല്ല, ഇത് മീഡിയ വണ്ടി കൊടുക്കാനാ. മീഡിയ വണ്ടിന്റെ ആൾക്കാരാ. ഓക്കെ, ഇവിടെ ഇപ്പൊ സാധാ സർവീസ് റോഡ് വന്ന് 2 മീറ്റർ നമുക്ക് ഈ മതിൽ ലൈറ്റ് കാണാൻ പറ്റും. ഈ അടുത്ത സ്റ്റോപ്പിന്റെ പേരാണ് തലപ്പാറ അല്ലേ, വെളിമുക്ക് കഴിഞ്ഞ് വർത്താനത്തിന്റെ ഇടയിൽ കൂടെ തലപ്പാറ. ഒറ്റ വീഡിയോ കട്ടിങ് ഉണ്ടാവില്ല. എന്തേ, ഇവിടെ ചെറിയ പൈപ്പാണ്. ഈ മതില് കണ്ടാ മനസ്സിലാക്കാം അവിടെ എവിടെയെങ്കിലും ഒരു അണ്ടർപാസ് ഉണ്ടെന്നുള്ളത്. അണ്ടർപാസ് കാരണമാണ് ഈ മതിൽ വരുന്നത്. ഇതാണ് സൂപ്പർ എണ്ണ കിട്ടുന്ന പമ്പാണ്. ഈ പമ്പിന് വരുന്ന ഭാരത് പെട്രോളിയം അല്ലേ.
ഇവിടെ വന്നാൽ ചായയും കുടിക്കാൻ പറ്റും, എല്ലാ തരം കടി കട കിട്ടും. ചായ നമുക്ക് വരുമ്പോ ഒന്ന് കുടിക്കണം, ഓണായാലും ദോശയാലും വേണ്ടിയില്ല. അത് കുടിച്ചിട്ടല്ലേ പോളൂ. കത്ത മുഷ്കില ഹബീബി MC ഷോയ. ഇതാണ് തലപ്പാറ അണ്ടർപാസ്. ഇത്രമാതിരി കാറൊക്കെയാണ്. പക്ഷെ അണ്ടർപാസിന്റെ ഉള്ളിൽ നിൽക്കാൻ ഭയങ്കര സുഖമല്ലേ, ഒരു പ്രത്യേക തണുപ്പാടെ. കണ്ടോ, ആ അണ്ടർപാസിന്റെ അവിടെ പണി നിർത്തിച്ചിക്കണേ. ഇവിടെ കട്ട പൊന്തിച്ച് കെട്ടിയിട്ട് വേണം ബാക്കി പണിയൊക്കെ എടുക്കാനേ. പക്ഷെ ഇവിടെ പണിക്കാരി എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറം സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. 2 ദിവസം വെയിൽ തട്ടി അപ്പോത്തിന് എന്തായി, വെള്ളം താന്ന്. പിന്നെ ഇനി പുതിയ റോഡ് വരുന്നത് ഈ ഭാഗത്ത് കൂടെ കേട്ടോ. ഈ റോഡ് ഇവിടെ വെറും ഒരു കളിപ്പാവായി നിൽക്കൂല, നമുക്ക് ഇനി ഉണ്ടാവില്ല. ഇതാണ് ഈ റോഡ്, 6 വരിപ്പാത അതാക്കണേ. സർവീസ് റോഡ് ഇപ്പുറത്ത്, അതിന്റെ അപ്പുറത്തെ സർവീസ് റോഡ്. ഈ റോഡ് ഇങ്ങനെ തന്നെ നിൽക്കൂലേ. ഇതൊരു തെളിവ് പഴയ കാലത്തല്ലേ. തൃശ്ശൂർ ബസ് ഒരു കാലത്ത് കളിച്ചീന്റെ റോഡാണിത്. തൃശ്ശൂർ ബസ് എമ്മാരി പോക്കാ പോവാ. ലോറി പാർക്കിംഗ് ലോറി പാർക്കിംഗ് ആയിട്ട് സർവീസ് റോഡ് റൈറ്റ്, നമ്മള് പോണ ലെഫ്റ്റില്. ഇനി ഇവിടെ എവിടെയോ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, കാരണം എന്താ കെട്ട് തുടങ്ങി വരുന്നത്. അടുത്ത കൂമണ്ണ് ഭാഗത്തേക്കുള്ള അല്ലേ, പുകയൂര്. ഈ അങ്ങാടിന്റെ പേരാണ് വലിയ പറമ്പ്, ഹീറോസ് വലിയ പറമ്പ്. ടോപ്പ് ഫുട്ബോൾ ടീം ഉണ്ട് ഇവിടെ. എന്തേ ഭയാനകം, ഡേഞ്ചറസ്. എന്താ പറയണ്ടോ, പുതിയാപ്പിള പോണേ. പുതിയാപ്പിള പോവാ. ആരാ പുതിയാപ്പിള? ഇയാളല്ല, മൂപ്പർ തന്നെ. എന്നായിക്കോട്ടെ, ആശംസകൾ. പുതിയാപ്പിള പോവാ. എണ്ണച്ചക്കറിക്ക് എല്ലാ സാധനം കാണല്ലേ. പുതിയാപ്പിള പോണതും ഒരു ഓർമ്മ, അതൊക്കെ അന്നേ കിട്ടുള്ളൂ. അന്ന് മന്ത്രി നമ്മളല്ലേ. ഇവിടെ കലിങ്ക് മാത്രം കുറച്ച് പൊന്തിനല്ലോ. ബൈക്ക് തട്ടിയ വികത മതിട്ടോ. എന്റെ അഭിപ്രായത്തിൽ എന്തേ താത്തും സമാസമ റോഡ് വരുവല്ലേ. അതാ ഞാൻ പറഞ്ഞേ, ഇതിന്റെ മേലെ ഇനിയും വരും. എന്റെ അഭിപ്രായത്തിലോടൊന്നും പണിക്കാരെ കാണാത്തോണ്ട് ഞാൻ വിചാരിച്ചതൊക്കെ കഴിഞ്ഞു. സർവീസ് റോഡിന്റെ കുഴപ്പം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഒരു വണ്ടി ബ്ലോക്ക് ആയ കഥ കഴിഞ്ഞില്ലേ. ഒരു വണ്ടിക്കുള്ള സ്പേസേ ഉള്ളൂ. ഇവിടെ ഒരു അണ്ടർപാസ് കൊടുക്കാനുള്ള മെയിൻ കാര്യം എന്താ വെച്ചാൽ ഇത് കൂമണ്ണ പോണ റോഡാട്ടോ. ഇത് പുകയൂര് കൊല്ലഞ്ചന. അയ്യോ സൂപ്പർ. കട്ട കെട്ടി അവിടെ കൊണ്ടുപോയി അമർത്തിയുണ്ട്. അവിടെ അങ്ങനെ താന്ന് പോയിക്കൊണ്ടിരിക്കല്ലേ. മയം കെട്ടി ചെയ്തിട്ട് ഈ മതിലൊക്കെ ഇടിഞ്ഞ് വീണതാണ്. പുതിയ മതിൽ കെട്ടി സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം 17 മിനിറ്റ് ആയിട്ടോനെ. ഇനി ഒന്നും നോക്കണ്ട. കല്യാണത്തിനാന്ന് പുതിയാപ്പിള എന്തായാലും അല്ലേ. എത്ര മണ്ടനാണെങ്കിലും കല്യാണത്തിനാണ് പുതിയാപ്പിളക്ക് ഒരു പ്രത്യേക സ്ഥാനമാണ്. മുഖ്യമന്ത്രിന്റെ പവറല്ലേ. മുഖ്യമന്ത്രിന്റെ പവറാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ അവിടൊക്കെ നമ്മളെ പണിയില്ലേ, ആ അണ്ടർപാസ് വരെ കൂമണ്ണ വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പണി ഇരുന്നുണ്ട് അല്ലേ. നേരത്തെ കാണുന്ന അണ്ടർപാസ് വരെ ധാരിങ്ങിന്റെ പണി ഇരുന്നുണ്ട്. പിന്നെ അതിന്റെ ശേഷം എന്താ ഇവിടെ കുറച്ച് ധാരിങ്ങിന്റെ പണിയൊക്കെ തീർത്തിട്ടുണ്ട്. ഇടയിൽ കുറച്ച് പേര് മാത്രം ബാക്കിയുള്ളൂ. ഇതിപ്പോ ഏകദേശം മമ്പർ ജംഗ്ഷൻ വരെ വരുന്നുണ്ട്. ഇനി അടുത്ത അണ്ടർപാസ് വരുന്നുണ്ട് തോന്നുന്നു, കാരണം റോഡ് പൊങ്ങി പോണ്ട് അവിടെ അല്ലേ മമ്പറം. ഈ മലപ്പുറം റീച്ചിൽ അണ്ടർപാസ്, ഓവർപാസ്, ഫ്ലൈ ഓവർ ഒക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളല്ലേ. എന്തൊക്കെ പണിയൊക്കെയാണ് അവിടെ നിൽക്കണേ. ആ ക്രാഷ് ബാരിയറിന്റെ അവിടെ ഒക്കെ പൊട്ടിക്കുന്നുണ്ട്, പാച്ച് ചെയ്യുന്നുണ്ട്. ഇതാ മേസ്തിരിമാർ ഇവിടെ തേച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് പണിയാട്ടോ. മലപ്പുറം റീച്ചിൽ KNRC കലക്കിക്കണത്. നമുക്ക് വീഡിയോക്ക് പറ്റി വേറെ സ്കോപ്പ് ഉണ്ട് ഇതിന്റെ മുകളിൽ. നാളെ വന്ന് കണ്ട് ചെയ്യണം. ആ മറ്റേ സംഭവം ഓക്കെ. ക്രാഷ് ബാരിയർ സൈഡ് വെക്കണതൊക്കെ ഒരു മെഷീനിൽ കോൺക്രീറ്റ് ഇറച്ചിക്കാണ്ട് കറക്റ്റ് അനുപാതത്തിൽ വെള്ളം ചേർക്കാൻ പാടുള്ളൂ. അപ്പൊ ടൈറ്റ് ആയിട്ടുള്ള കിട്ടുക. ഇങ്ങിട്ട് എന്ത് ചെയ്യും, അതുകൊണ്ട് സെറ്റാക്കും. കണ്ട കമ്പിയൊക്കെ മുകളിൽ മൊത്തം കെട്ടിയിട്ടുണ്ട്. എല്ലാ തരായി തരികയുടെ നമ്മൾ കാണിച്ചു കൊടുക്കും. എന്തേ, അതാണ് ടീം ഓൾറൗണ്ട്. അല്ല ഇവിടുത്തെ കച്ചവടത്തിനെ പറ്റി എന്റെ അഭിപ്രായം എന്താണ്? ഇതൊക്കെ പുതിയ വന്ന കച്ചവടമാണല്ലോ. ഈ അങ്ങാടിന്റെ പേരെന്താ, അരിത്തോട്. ഓക്കെ അല്ലേ. ഈ അങ്ങാടി ഫേമസ് ആയത് എങ്ങനെയാണെന്നറിയോ? പഴയ സാധനങ്ങളുണ്ടല്ലോ, ഈ പെര പൊളിച്ച ഓട്, വാതിൽ കട്ടില്, കൗക്കോല്, എല്ലാ സാധനം ഇവിടെ കിട്ടൂലേ. ഇതാണ് മമ്പറത്തുക്കുന്ന അണ്ടർപാസ്. ആ പുള്ളിക്ക് സാധനം വന്നു. ടാറ്റാക്കാരോ भाई, जिंदगी में मेहनत मुश्किल नहीं, एक दिन फायदा मिलेगा. എന്റെ കൂടെ പഠിച്ച ആൾക്കാരാ ബികെപടി അങ്ങോട്ടല്ലേ കാണുന്നത്. പക്ഷെ ഇവിടെ മൊത്തമായിട്ട് ഇതിൽ കാണൂല, കപ്പാസിറ്റി ഇല്ല. ഇവിടെ ഫുൾ പണി ഇരുന്നുണ്ടല്ലേ. അവിടുന്ന് ഫുള്ള് പണി ഇരുന്ന് കണ്ട് 3 വരി അപ്പുറത്ത് 3 വരി സെൻട്രൽ ക്രാഷ് ബാരിയർ.
ഇത് പക്ഷേ അടുത്ത സ്റ്റോപ്പ് കുളപ്പുറല്ലേ? ഇനി കുളപ്പുറം. ഇതാണ് VK പടി. അങ്ങാടിയൊക്കെ മൊത്തം മുറിഞ്ഞു പോയിട്ടോ. അതിന്റെ മെയിൻ കാര്യം എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ റോഡ് പണി തന്നെ. റോഡ് പണി കാരണം ഒരുപാട് ആൾക്കാർക്ക് ലാഭം കിട്ടി, ഒരുപാട് ആൾക്കാർക്ക് ദുഃഖം കിട്ടി. എന്തേ? സെറ്റ് പണി. രണ്ട് അതിർത്തികൾ തമ്മിലായടാ. സ്വന്തം നാട്ടിലല്ലേ, സ്വന്തം നാട്ടിൽ സ്ഥിരം കണ്ടുകൊണ്ട് നീ ആൾക്കാര് സ്വന്തം അതിർത്തി പങ്കിടേണ്ട അവസ്ഥ വന്നേ. നിസാനിൽ എമ്മിനും സൗദിയൊക്കെ നിൽക്കുന്ന മാതിരിയാണ്. ഇവിടെ കണ്ടോ ധാരിങ് ഇതുവരെ കൊണ്ടുവന്ന് വെച്ചിക്കാണ്ട് ഒരു 10-90 മീറ്ററിന്റെ ഗ്യാപ്പിൽ പണിയൊന്നും നടന്നില്ല. എന്തേ? എന്നാലും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാല് VK പടിന്റെയും കുളപ്പുറത്തിന്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു ചെറിയൊരു അണ്ടർപാസ് ആയിക്കോട്ടെ. അപ്പൊ കറക്റ്റ് കാണിച്ചാൽ പറ്റും. ചെറുതിലെ ഏകദേശം 3 മീറ്റർ ഹൈറ്റ്, 3 മീറ്റർ വീതി, 3ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറിയ മതിലേ വന്നിട്ടുള്ളൂ. യെസ്. അങ്ങനത്തെ ഒന്നും നമുക്ക് കോയിനൂറ് കിട്ടുമോ? അങ്ങനത്തെ കിട്ടാൻ സാധ്യത കുറവാ. കിട്ടുമോ? പോട്ടെ പോട്ടെ പോട്ടെ. കമ്പി കെട്ടി മൊത്തം സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഇവിടെ ഒന്നും പണിക്കാരെ കാണില്ലല്ലോ. ഈ വെയിലത്ത് ഇവിടെ ഒരു ഹാഫ് ടൗൺ എന്ന് പറഞ്ഞ കട ഉണ്ട്. ടോപ്പ് കട കേട്ടോ. കായ് കൊടുത്താൽ എന്താ ഇവിടുത്തെ ഫാസ്റ്റ് ഫുഡിലെ രാത്രിത്തെ ഭക്ഷണം ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളവിടെ വരുന്നുണ്ട്, ഇടക്കിടക്ക് കിടക്കാൻ പോണാണ്. ഇവിടെയൊക്കെ ധാറിങ്ങിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞില്ലേ? പിന്നെ എൻ്റെ ഒരു നിഗമനം എന്താണ് ശരിക്കും റോഡ് പണിനെ പറ്റി? നല്ലതാണോ? ഗുണമുണ്ടോ? ആൾക്കാർക്ക് ഗുണമില്ലേ? എനിക്കും ചോദ്യങ്ങളുണ്ടാവും. വണ്ടിയുടെ ഇത് നോക്കി എപ്പൊ തന്നെ ഇത്രയും വീതി ഉണ്ടായിട്ട് വണ്ടി ഇവിടെ ബ്ലോക്കാണ്. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ റോഡ് ആവശ്യമല്ലേ? ഇനിയിപ്പോ നമ്മൾ എത്താൻ വേണ്ടി പോണ അങ്ങാടിന്റെ പേരാണ് കുളപ്പുറം. ഈ കുളപ്പുറം അങ്ങാടി എന്തിനു ഫേമസ് ആയത് അറിയോ? ഇവിടെ കണ്ടമാനം യൂസ്ഡ് കാർ കിട്ടൂലേ? ആ സൈഡ് ഈ സൈഡ് യൂസ്ഡ് കാർ വിത്ത് ഹോട്ടല്. അങ്ങനല്ലടാ, കുളപ്പുറം എന്ന് പറഞ്ഞാല് ആദ്യമൊക്കെ ഒരു ഫാസ്റ്റ് ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ കുളപ്പുറത്തേക്ക് നമ്മളെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് ഫാസ്റ്റ് ഫുഡിന്റെ പേര് കേട്ട ഏരിയ VK പടി മുതൽച്ച് തലപ്പാറ മുതൽച്ച് കുളപ്പുറം വരെയാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും എത്തി. ആദ്യം കുഴിമന്തി, അൽഫാം, ബ്രോസ്റ്റ് എല്ലാ സാധനം ഉണ്ടല്ലേ? നമ്മളെ വർത്താനം കേൾക്കണ്ട. മതിൽ ചെറുതായി 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 ഇവിടെ എത്തി. ഈ കാണുന്നതാണ് കുളപ്പുറം. ഫേമസ് ടൗൺ ആണ്. ഇവിടെ അതാക്കുന്ന അണ്ടർപാസ് കാണുന്നുണ്ടോ? ആ അണ്ടർപാസ് അല്ലല്ലോ, ഓവർപാസ് അല്ലേ? യെസ്. പക്ഷെ ഇവിടെ സ്റ്റേ ആണ് വർക്കില്ലേ? അത് കാണിച്ചു തരാം. എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതാണ് പഴയ മെയിൻ റോഡ്. പുതിയ റോഡ് ആയിക്കൂടെയാണ് പോണത്. പുതിയ റോഡിന്റെ സർവീസ് റോഡ് വരെ സെറ്റാണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇവിടെ നേരത്തേക്ക് റോഡ് പോകുന്നുണ്ട്. ആ റോഡ് എങ്ങോട്ടാണെന്നറിയോ? എയർപോർട്ട് റോഡാണ്. കുളപ്പുറം ഈ ഏരിയയിൽ നിന്ന് വരുന്ന ആൾക്കാരൊക്കെ ആശ്രയിക്കണേ ഒരേ ഒരു എയർപോർട്ട് റോഡ്. ആ കാണുന്നതാണ് എന്ത്? കുന്നുംപുറം വഴി ഇങ്ങനെ കുന്നുംപുറം വഴി തറയിട്ടാൽ വഴി ഇങ്ങനെ പോവാം. കുളപ്പുറം എന്ന് പറഞ്ഞ ടൗൺ തന്നെ കേട്ടോ. പക്ഷെ ഇവിടുത്തെ ട്രബിൾ എന്താന്ന് വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ഈ ഓവർപാസ് കൊടുത്തത് കറക്റ്റ് സ്ഥലത്തല്ലേ? ഈ കാർ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കാണ്ട് അയിക്കൂടെ റോങ് സൈഡ് പോയിക്കാണ്ട് ഓവർപാസ് കയറിയിട്ട് നമുക്ക് തിരങ്ങാടിക്ക് പോകണമെങ്കിൽ തിരങ്ങാടി റോഡ് അതാ കാണുന്നത്. എന്തേ? അപ്പോ 40 മീറ്ററോളം നമ്മൾ എന്ത് ചെയ്യണം? റോങ് സൈഡ് വന്നുകൊണ്ട് വേണം ആ തിരങ്ങാടി ആ റോഡിന് പോവാന്. അതാ കാണാൻ ലോറി വരുന്നോടത്ത്. ശരിക്കും ഇവിടെ കൊടുക്കേണ്ടിയില്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ കേസൊക്കെ നടക്കുകയാണ്. ഇവിടെ സമരത്തിലാട്ടോ, ഒരു പണി നടക്കണില്ല. സ്റ്റേ ആണ് ഇവിടെ, സ്റ്റേ. ഏതോ ഒരു വണ്ടിക്കാരെ തിരക്കൂട്ടി വരുന്നുണ്ട്. ഈർപ്പായി തുടങ്ങിയിട്ട് ഈർപ്പായി തുടങ്ങി. തിന്ന വർത്താനം പറഞ്ഞൂടല്ലേ? കുളപ്പുറത്തിന്റെ സ്റ്റേ ഇവിടേക്കൊക്കെ ബാധിച്ചിക്കണ? ഇവിടെ പണിയെടുക്കാനാണല്ലോ. പക്ഷെ ഈ ഏരിയ കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പ് കൂരിയാടല്ലേ? നമ്മളിപ്പോ കണ്ടേല് ലാസ്റ്റ് പറഞ്ഞ എത്ര ഓവർപാസ് ഒക്കെ ഉണ്ടെന്നുള്ളല്ലേ? ഓക്കെ. ഈ കാണുന്ന പാടം കണ്ട കൂരിയാട് പാടാണ്. പാടം മൊത്തമായിട്ട് 2 ദിവസം മുമ്പ് മൊത്തം വെള്ളത്തിലേനില്ലേ? ഇവിടുന്ന് വെള്ളം കയറിയ സ്ഥലം പാട് കാണിച്ചു തരാം. ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കണേ ഈ സർവീസ് റോഡ് ഉണ്ടല്ലോ, പാടം നികത്തി ഉണ്ടാക്കിയതാണ്. എന്തേ? ഈ പുതിയ റോഡ് ഉണ്ടല്ലോ, ഇത് പാടത്ത് കലിങ്കൊക്കെ സ്ക്വയറിൽ ഇട്ടുകാണ്ട് പുതിയ ഉണ്ടാക്കിയ സംഭവമാണിത്. പക്ഷെ വണ്ടിക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ക്വാളിറ്റിയിലാണ് KNRസിന്റെ ആൾക്കാർ എന്ത് ചെയ്യണത്? വർക്ക് ചെയ്തുകൊണ്ടിരിക്കണത്. ഇവിടെ ഒരു പാലം വരുന്നുണ്ട് ഇല്ലേ? എന്താണ് എവിടെല്ല എപ്പോഴും കാണാലോ? മാസ്ക് ഇടാതെ റോട്ടുമ്പോ ഇറങ്ങാറ്റൂല. ഇവിടെ സമർത്തിയ പണി കേട്ടോ. പക്ഷെ റോഡിന്റെ എന്റെ അവിടെ വരുന്നില്ലേ? സർവീസ് റോഡൊക്കെ സെറ്റാണ്. പാടം നോക്കിയാണ് 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ കായ്ക്ക് മുതൽ ഇനിയില്ലേ വെള്ളം കെട്ട് പൊന്തിയിട്ട് ഈ ക്രാഷ് ബാരിയർ, അതായത് നമ്മൾ ഈ റോഡ് ലെവൽ ഉണ്ടല്ലോ, റോഡ് ലെവലായിട്ട് വെള്ളം കെട്ട് തുർത്തി കയറിക്കരുത്. അവിടെ ഇതിപ്പോ എന്താ സംഭവം? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇത് അണ്ടർപാസ് അല്ല ഓവർപാസ് അല്ല. ഇതിന്റെ അടിയിൽ വെള്ളം കെട്ടിട്ടുണ്ടല്ലോ, ഇത് കോളാണോ ഒന്നിന്? ഇതിന്റെ മേലെ പാലം വരെ എന്താ ഒന്നും അറിയില്ലട്ടോ. ഓരോന്ന് ഇതേമാതിരി. ഇവിടെ റോഡ്
വഴി തിരിച്ചു വിടുകയാണ്. എന്തേ ഇവിടെ കണ്ടല്ലോ വെള്ളം കയറി മൊത്തത്തില്. അന്ന് കാണേണ്ട സംഭവം തന്നെ. എന്തേ പോട്ടെ 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 പോട്ടെ. ഇവിടെ ഒരു മതിലുണ്ട്. അതിനർത്ഥം എന്താണ്? ആ നേരെ കാണുന്നത് കൂരിയാട് ജംഗ്ഷൻ ആണ് അല്ലേ? ഈ കൂരിയാട് ഒരു അണ്ടർപാസ് മസ്റ്റ് ആണ്. അതിന്റെ മെയിൻ എന്താ വെച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വേങ്ങര റോഡാണ്. ഇനിയിപ്പോ നമുക്ക് 2 സ്റ്റോപ്പ് മോഡലേ ഉള്ളൂ. വേങ്ങരക്കുള്ള റോഡ് പോണത് ഇടത്തേക്കല്ലേ? ഇത് കൂടി മെയിൻ റോഡ് അപ്പുറത്ത് കൂടെ ആണല്ലേ? പോട്ടെ പോട്ടെ പോട്ടെ. സർവീസ് റോഡിന്റെ കറക്റ്റ് അവസ്ഥ കണ്ടോളി. ഒരു വണ്ടി ബ്ലോക്കായ എല്ലാം ബ്ലോക്ക് ആവും. ആ ഇൻഡിക്കേറ്റർ ഇട്ടിക്കണേ. ഇപ്പൊ ഷോട്ടിന് ഇങ്ങനെ കയറിയാൽ മതി അല്ലേ? വേങ്ങരക്ക് പോകുമ്പോ ഇല്ലാണ്ട് പോകാൻ മതി. ഇതാണ് വേങ്ങരക്ക് പോണ റോഡ് അല്ലേ? ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വേങ്ങര. പോട്ടെ 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 പോട്ടെ. എല്ലാം നമ്മൾ നേരത്തെ കണ്ട പുതിയാപ്പളൊക്കെ ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞില്ല. തിരിഞ്ഞോ? തിരിഞ്ഞു പോയി. കൂരിയാട് ജംഗ്ഷൻ കഴിഞ്ഞാൽ ഇവിടെ ഒരു പുഴ വരുന്നുണ്ടല്ലേ? ഈ പുഴക്ക് എന്തോ ഒരു പേരുണ്ടല്ലോ. ഓ, പുഴന്റെ മുകളില് റോഡിന്റെ പണി മൊത്തം കഴിഞ്ഞു. ധാരിക കഴിഞ്ഞില്ലേ? റോഡ് പഴയ റോഡാട്ടോ. റോഡ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ടോ അപ്പുറത്തെ റോഡ്. ഇതാണ് മമ്പറം പുഴ, ചാലിയാറ്. എടക്കണി പുതിയ ഉണ്ടാക്കിയ റോഡാണ് ഈ കാണുന്നത്. അതായത് KNRCക്ക് റിസ്ക് വരുന്ന അല്ല, ഒരു റോഡ് പണിയില് ആര് പണിയെടുക്കാണെങ്കിലും റിസ്ക് വരുന്നത് എവിടെയാണ്? പാലത്തുമലൊക്കെയാണ്. KNRC അതൊക്കെ സിമ്പിളാക്കി തീർത്തിട്ടുണ്ടെന്നേ. ഓൾക്ക് അത് റിസ്ക് ആയി തോന്നിയിട്ടേ ഇല്ല. നീ കാണുന്ന ചുമരൊക്കെ മൊത്തം പാറയാണ്. എമ്മിൽ സിമെന്റ് അടിച്ചിട്ടോ. ഇതൊരു കാര്യം ഇവിടെ പറഞ്ഞുതരാം. ആ പാലം കഴിഞ്ഞ പാടുണ്ടല്ലോ, അവിടുന്ന് ഏകദേശം കക്കാട് ഭാഗത്തൊന്നും എന്ത് ചെയ്തില്ലെന്നറിയോ? റോഡ് കുണ്ടിലാ വരുന്നത്. അതെന്തുകൊണ്ടാ വെച്ചാല് കുണ്ടില് വരണമെങ്കിൽ അവിടെ ഒരു ഓവർപാസ് ഉണ്ടാവുക, അണ്ടർപാസ് അല്ല ഉണ്ടാവുക. യെസ്, ഇവിടെയൊക്കെ പണി നടക്കാനുള്ളതാണ്. പക്ഷെ ഇവിടെ മഴ ചെയ്തപ്പോ കണ്ടമാനം മണ്ണിടിഞ്ഞു വീണ് സൈഡിന്ന്. അതുകൊണ്ടാണ് അത് ആർപ്പായി മൊത്തം കെട്ടിയിട്ടുണ്ടല്ലേ? വർക്ക് നടക്കണ്ടോ? വർക്ക് ഇമ്പ്രൂവ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഏകദേശം ഒരു 10 കിലോമീറ്റർ 15 കിലോമീറ്ററിൽ പോകുന്നില്ലേ? ഈ 15 കിലോമീറ്ററിൽ എവിടെയൊക്കെ വർക്ക് എടുക്കുന്നുണ്ട്. എന്തേ ഫുള്ള് വർക്ക് തന്നെയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാണെങ്കിൽ ഉണ്ടല്ലോ മൊത്തം ഡേഞ്ചർ ഏരിയ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണിച്ചു കൊടുക്കാം. ഇത് എന്തെങ്കിലും അറിയോ? വണ്ടി നേരെ ഒടിച്ചു കണ്ട് അപ്പുറം എടുക്കാൻ നിർത്തിക്കോ, ക്ലോസ് ആക്കാം. അല്ലല്ലേ? ഇതാണ് കക്കാട് ടൗണ്. പണ്ഡിത തേജസ്സുകൾ ഉറങ്ങണ മണ്ണാട്ടോ കക്കാട് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഇവിടെ ഈ ഓവർപാസിന്റെ മുകളിൽ ക്രാഷ് ബാരിയർ വെച്ചിട്ട് എത്രമാതിരി വണ്ടിയോടെ പാർക്ക് ചെയ്ത് നോക്കിയാണ്. ഓക്കെ, അങ്ങോട്ടൊക്കെ ദാറ്റ് കേട്ടോ. പോട്ടെ 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 കുറച്ച് പോട്ടെ. അത് ചമ്മാട് റോഡല്ലേ? PSMO അല്ലേ? അപ്പൊ നമ്മള് നേരത്തെ വന്ന വഴിയാണ് വരുന്നത്. അത് നേരെ പോയി കണ്ട് വളഞ്ഞു കണ്ടിതാ നമ്മൾ ഇപ്പുറം സൈഡിലേക്ക് എത്തി. ഇപ്പൊ റോഡ് മണിയില് ഒരു സാധനം വാങ്ങാനൊക്കെ ചില അവസരങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയി വാങ്ങാൻ പറ്റൂല. അണ്ടർപാസ് ഓവർപാസ് ഒക്കെ കയറി ഇറങ്ങേണ്ടി വരും. എന്തായാലും ഇത്രത്തോളം ഏരിയ വന്നതിന് ശേഷം ഈ എത്ര അണ്ടർപാസ് ഉണ്ട്, എത്ര ഓവർപാസ് ഒക്കെ ഉണ്ട് മനസ്സിലായിണ്ടാവും. നമുക്ക് വീഡിയോ അതിന്റെ പേരില്ല. അപ്പൊ സെറ്റ് ഇട്ടോ. നീ ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഇതിന്റെ ബാക്കി നമ്മള് വളാഞ്ചേരിയും മലപ്പുറം എല്ലാം കാണിച്ചു തരണം. ഇതേപോലെ എല്ലാ ഭാഗത്തും നമുക്ക് പോണം. വായി ചോർന്നു പോട്ടോ. എന്നാ ഓക്കെ കലാസ്.